തമിഴ്നാട്ടിൽ വർദ്ധിച്ചു വരുന്ന കസ്റ്റഡി മരണങ്ങളിൽ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ മാപ്പ് പറയണമെന്ന് ടി.വി.കെ അധ്യക്ഷൻ വിജയ്. അജിത് കുമാറിന്റെ കേസ് മാത്രം എന്തിന് CBIക്ക് കൊടുത്തു എന്ന് വിജയ് ചോദിക്കുകയാണ്. എല്ലാത്തിനും കോടതിയിൽ പോകാനാണെങ്കിൽ സർക്കാർ എന്തിനാണ് എന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട് വിജയ്. எப்படி கேள்வி கேட்டாலும் உங்ககிட்ட இருந்து எந்த பதிலும் வர போறல, ஏன்னா இருந்தா தானே வரும். மேக்சிமம் உங்ககிட்ட இருந்து வர பதில் சாரிமா. இந்த வெற்று விளம்பர மாடல் திமுக சர்க்கார் இப்ப சாரிமா மாடல் സർക്കാരാ മാറിയിരിച്ചു. മുഹമ്മദ് റഹീസ് ആവാത്തൊരു വിവരങ്ങൾ. മുഹമ്മദ് റഹീസ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ എത്രത്തോളം രോഷത്തോടെ വിജയ് സംസാരിക്കുമ്പോഴും അത് സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലെ തോന്നുന്നു. എന്തായാലും മണികൾക്ക് അങ്ങനെ ആവില്ല അല്ലേ റഹീസ്? വിജയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിമർശനം സ്റ്റാലിനെതിരെയായിരുന്നു. അത് സ്വാഭാവികമായിട്ടും കസ്റ്റഡി മരണത്തിൽ ഉണ്ടാകുന്ന ഒരു വിമർശനമാണ്. പക്ഷേ ഈ അണികൾ കുറച്ചുകൂടി വിജയിൽ നിന്ന് പ്രതീക്ഷിച്ചു എന്ന് പറയേണ്ടി വരും. വിജയ് പ്രധാനമായിട്ടും ഇതൊരു സോറിയും സർക്കാരാണ്, അതായത് ഈ എന്ത് പറഞ്ഞാലും തങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിപ്പോയി, വീഴ്ചയുണ്ടായി, സോറി എന്ന് മാത്രം പറയാനാണ് സ്റ്റാലിൻ സർക്കാരിന് കഴിയുക. അതിനപ്പുറത്തേക്ക് ഒന്നിനും കഴിയുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് ഉന്നയിച്ചത്. മാത്രമല്ല, പണ്ട് പല കസ്റ്റഡി മരണങ്ങളും CBI ഏൽപ്പിക്കാതിരുന്ന സർക്കാർ ഇപ്പോൾ സർക്കാരിൻ്റെ അവസാന സമയമാകുമ്പോൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി CBIക്ക് കേസ് കൈമാറി. ഇപ്പോൾ CBI RSSന്റെയും BJPയുടെയും ഒന്നും കയ്യിലല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി വിജയ് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് വിജയ് രാഷ്ട്രീയമായി പറഞ്ഞത് എന്ന് പറയേണ്ടി വരും. ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ പ്രസംഗം നടത്തിയിട്ടില്ല, മറിച്ച് ഇതൊരു സോറിമ സർക്കാരാണ്, സോറി പറയാൻ മാത്രമുള്ള സർക്കാരാണ്, ഒരു സർക്കാർ ഇല്ലായ്മയാണ് ഉള്ളത്, അല്ലെങ്കിൽ അത്തരത്തിൽ കോടതിയെ മാത്രം സമീപിച്ചാലേ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നുള്ളൂ എന്നുള്ളൊരു തോന്നൽ മാത്രമാണ് ജനങ്ങളിലേക്ക് അദ്ദേഹം ഇന്ന് ഇഞ്ചക്ട് ചെയ്തത്. വിജയുടെ കഴിഞ്ഞ കുറേ അധികം പ്രസംഗങ്ങളും ഇപ്പോൾ ഇങ്ങനെയാണ്. വലിയ തോതിലുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ ഒത്തിരി നേരം സംസാരിക്കുന്നതോ വിജയിൽ നിന്ന് കാണുന്നില്ല, മറിച്ച് കുറച്ചു നേരം മാത്രം ചെറിയ വാക്കുകളിൽ മാത്രം തന്നെ ഭാഷ ഒതുക്കുകയാണ് വിജയ്. പക്ഷേ ഇന്ന് വിജയിച്ചത് സത്യത്തിൽ അത്രയും കസ്റ്റഡി മരണങ്ങളിൽ പെട്ട ആളുകളുടെ കുടുംബങ്ങളെ അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചു. അവരിൽ ഒരാളെ കൊണ്ട് അദ്ദേഹം സംസാരിപ്പിച്ചു. അപ്പോൾ അതൊരിക്കലും സർക്കാർ പ്രതീക്ഷിച്ച ഒന്നല്ല. ഇന്നലെ ഒരു 1.5 മണിക്കൂർ അദ്ദേഹം പനയൂരിലെ ഓഫീസിൽ ഇത്തരത്തിൽ ഇവരുമായി ചർച്ചയൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അവർ വേദിയിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നേട്ടം തന്നെയാണ്. സ്റ്റാലിൻ സർക്കാർ സോറി സർക്കാരാണ്, സോറി മാ എന്നാണ് എല്ലാത്തിനും എന്താണ് ഉള്ള മറുപടി. നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി ഇല്ല എന്നൊക്കെ വിജയ് പറയുന്നു. അത് ഭയങ്കര മാസ്റ്റർ സ്ട്രോക്കായി തന്നെ പരിഗണിക്കണം. കാര്യം വിജയ് അവിടെ ഈ അടുത്ത ദിവസമാണ് മോഷണക്കുറ്റം ആരോപിച്ച് മെഗിനേഷ് എന്ന എന്തോ ആണ് ആ യുവാവിൻ്റെ പേര്, മോഷണക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത ഒരാൾ കസ്റ്റഡിയിൽ മരിക്കുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു. അതിനെ തുടർന്ന് നേരത്തെയുമുള്ള കസ്റ്റഡി മരണങ്ങൾ വളരെ സജീവ രാഷ്ട്രീയ ചർച്ചയിലേക്ക് എത്തിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ ഈ ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് കൃത്യമായി തന്നെ രാഷ്ട്രീയമായി പറയുകയാണ് വിജയ്. ഈ പറയുന്ന ഇതിൽ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരിച്ച ആളുകളുടെ ബന്ധുക്കളെ വേദിയിൽ അണിനിരത്തിക്കൊണ്ടാണ് വിജയുടെ ആ രാഷ്ട്രീയ ചോദ്യങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. സ്റ്റാലിൻ്റെ വോട്ട് ബാങ്കാണ് ഉറപ്പായും വിജയുടെ, ദ്രാവിഡ രാഷ്ട്രീയത്തിനാണ് വിജയം മുന്നോട്ട് വെക്കുന്നത്. ആ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കുക എന്നുള്ളതിനാണ്, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് അടർത്തുക എന്നുള്ളതിനാണ് വിജയുടെ രാഷ്ട്രീയ ലക്ഷ്യം. അതിന് കഴിയാവുന്നതിൻ്റെ പരമാവധിയിൽ ശ്രമിക്കുകയാണ് വിജയ്. റഹീസ് തുടർന്ന്. റഹീസ്, അപ്പോൾ എന്തായാലും രാഷ്ട്രീയമായി കൂടുതൽ സജീവമാകുന്നു, രാഷ്ട്രീയമായി കുറച്ചുകൂടി ഷാർപ്പായി പിൻ പോയിന്റഡ് അറ്റാക്ക് വിജയ് തുടങ്ങിയിരിക്കുന്നു അല്ലേ റഹീസ്? പ്രധാനമായും വിജയ് ആദ്യം മുതൽ തന്നെ വിജയ്ക്ക് നേരെ ഉണ്ടായിരുന്ന ഒരു വിമർശനം അദ്ദേഹത്തിന് ഗ്രൗണ്ടിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അത് സത്യം കൂടിയാണ്. കാരണം TVKയുടെ ഇത്രയധികം പരിപാടികളിൽ അദ്ദേഹം ഒരു സമരവേദിയിൽ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് വിജയ് തന്നെ ചെന്നൈയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും അത് ചെന്നൈയിൽ നിന്ന് തന്നെ അതിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇപ്പോൾ ചില TVK നേതാക്കളോട് സംസാരിച്ചതിൽ നിന്ന് അറിയുന്നത് വരും മാസങ്ങളിലും ഇത്തരത്തിൽ ഓരോ ജില്ലകളിൽ ഓരോ പരിപാടി സംഘടിപ്പിക്കുകയും വിജയെ അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി ലക്ഷ്യമിടുന്നതെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല 2 മാസത്തിനകം വിജയുടെ ഈ ഒരു റാലിയൊക്കെ നടക്കുന്നുണ്ട്, സംസ്ഥാന പര്യടനം എന്ന മോഡലിൽ നടക്കുന്നുണ്ട്. TVKയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക ഫേസ് ആണ്. കാരണം EPS ഒരു വശത്ത് വലിയൊരു റാലിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ ഒരു മാറ്റം കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയായി തമിഴക രാഷ്ട്രീയത്തിൽ കാണാനുമുണ്ട്. പലതരത്തിലൊരു DMKയ്ക്ക് ഒരു വലിയ എഡ്ജ് നൽകിയിരുന്ന പലരുമൊക്കെ ഇപ്പോൾ ഏതാണ്ട് തെരഞ്ഞെടുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മത്സരത്തിന് സ്കോപ്പ് ഉണ്ട് എന്ന് പോലും പറയുന്ന തരത്തിലേക്ക് ആ തമിഴക രാഷ്ട്രീയം മാറുമ്പോൾ അതിലൊരു സ്ഥാനം, അതിലൊരു ഇടം നേടാൻ വിജയ്ക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നേ മതിയാവുകയുള്ളൂ. അതിന് വിജയ് ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ള തോന്നലും ഉറപ്പും അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. അവിടെ DMK AIDMK നേർക്കുന്ന ഒരു പോരാട്ടം പ്രതീക്ഷിച്ചിരുന്നിടത്ത് മൂന്നാമതൊരു കക്ഷി കൂടി അതിശക്തമായി വരുന്നു. അത് ത്രികോണ പോരാട്ടത്തിലേക്ക് പോകുന്നു. അത് ഭരണവിരുദ്ധ വികാര വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യാനാണോ അതോ DMKയുടെ വോട്ടുകളിലേക്ക് വല്ലാത്ത കടന്നുകയറ്റം നടത്തുമോ വിജയ് എന്ന കാര്യം വ്യക്തമല്ല ഇപ്പോഴും. എന്തായാലും വിജയ് ആഞ്ഞടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി
எப்படி கேள்வி கேட்டாலும் உங்ககிட்ட இருந்து எந்த பதிலும் வர போறதில்ல. ஏன்னா இருந்தா தானே வரும். மேக்சிமம் உங்ககிட்ட இருந்து வர பதில் சாரிமா. இந்த வெற்று விளம்பர மாடல் திமுக சர்க்கார் இப்ப சாரிமா மாடல் சர்க்காரா மாறிடுச்சு. இப்படி இருக்கிற இந்த இன்எபிலிட்டி கவர்மெண்ட் இந்த ஆட்சியை விட்டு போறதுக்குள்ள நீங்க செஞ்ச எல்லா தப்புக்கும் பரிகாரமா சட்டம் ஒழுங்க சரி செஞ்சே ஆகணும். இல்லனா மக்களோட மக்களா ஒன்னா நின்னு உங்களை சரி செய்ய வைப்போம். டிவிகே சார்பா அதுக்கு உண்டான அத்தனை போராட்டங்களும் எடுத்து நடத்தப்படும்.